ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വേൾഡ് ഇൻ 20th സെഞ്ചുറി അഥവാ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ എന്തായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടേറി കുട്ടികൾ പൊതുവെ മാറ്റിവെക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ചാപ്റ്ററാണ് ഏത് വേൾഡ് ഇൻ 20th സെഞ്ചുറി. പക്ഷേ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ വളരെ ഷുവർ ആയിട്ടും ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ SSLCക്ക് ആയാലും മോഡലിനായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അധികം ലാഗ് ചെയ്യാതെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേര് പറഞ്ഞു വേൾഡ് ഇൻ 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ട്, ലോകം 20ാം നൂറ്റാണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ലോകത്ത് 20ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ പൊതുവെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വേൾഡ് വാറുകളുണ്ട്, ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഉണ്ട്, സോവിയറ്റ് യൂണിയന്റെ ഉയർച്ചയുണ്ട്, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു ചാപ്റ്ററാണ് മക്കളെ. ടെൻഷൻ വേണ്ട, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ അല്ലേടാ? യെസ്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് കൊളോണിയൽ മാസ്റ്റേഴ്സ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ കോളനീസ്? കൊളോണിയൽ മേധാവിമാരെ, കോളനിയിലെ മുതലാളിമാരെ അവരുടെ മൂലധനം കോളനിയിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. ഇതൊരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചോദ്യം മക്കളെ 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓണപരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ചീപ്പ് ലേബർ, തൊഴിലാളികൾക്കുള്ള കുറഞ്ഞ കൂലി. ഈ കോളനിയിലെ തൊഴിലാളികൾക്ക് ഈ മേധാവിമാർ അല്ലെങ്കിൽ മുതലാളിമാർ, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലെ മുതലാളിമാർ, മുതലാളിത്ത രാജ്യങ്ങളിലെ മുതലാളിമാർ എന്തായിരുന്നു, കുറഞ്ഞ കൂലി, അവരുടെ ശമ്പളം വളരെ കുറവായിരുന്നു. 1000 രൂപയ്ക്ക് അവരെ പണിയെടുപ്പിച്ചാൽ അവർക്ക് 200-300 രൂപ മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ, ശമ്പളം കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി മാത്രം എവിടെ കൊടുത്താൽ മതിയായിരുന്നു, കോളനിയിൽ കൊടുത്താൽ മതിയായിരുന്നു. രണ്ടാമത്തതാണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ മെർക്കന്റലിസം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇവർ യൂറോപ്യന്മാർ മറ്റുള്ള രാജ്യങ്ങളെ കോളനിയാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനായിട്ടാ. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഈ കോളനിയിലെ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ ആ ലഭ്യതയാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തതാണ് ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ കോളനീസ്. കോളനിയിൽ വെച്ച് തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനിയിൽ വെച്ച് തന്നെ വിതരണം ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവേ മുതലാളിമാർക്ക് വരുന്നുള്ളൂ, യാത്രാ ചെലവൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് ഉയർന്ന ലാഭം കിട്ടിയിരുന്നു. അങ്ങനെ ലാഭം കൂടുതൽ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, കോളനിയിൽ അവരുടെ മൂലധന നിക്ഷേപം നടത്തിയത്. ഇതൊരു 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ചോദ്യം മക്കളെ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അടുത്തതാണ് ഹൗ ഡിഡ് ഇംപീരിയലിസം എഫക്ട് കോളനീസ്? സാമ്രാജ്യത്വം കോളനികളെ ബാധിച്ചത് എങ്ങനെയാണെന്നാണ് ചോദ്യം. എന്താണ് സാമ്രാജ്യത്വം? നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഈ മുതലാളിത്ത രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങൾ, അതായത് ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അവരുടെ പൊളിറ്റിക്കലായും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ കോളനികളാക്കി മാറ്റിയതിനെയാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് വിളിച്ചത് അഥവാ ഇംപീരിയലിസം എന്ന് വിളിച്ചത്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹൗ ഡിഡ് ഇംപീരിയലിസം എഫക്ട് കോളനീസ്, കോളനിയെ സാമ്രാജ്യത്വം ബാധിച്ചത് എങ്ങനെയെന്ന 4 മാർക്കിന്റെ ചോദ്യത്തിനായിരിക്കണം നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇതൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് ഓണപരീക്ഷയ്ക്കായാലും SSLCക്കായാലും ചോദിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് ഡെസ്ട്രോയ്ഡ്. അഥവാ ഒരു നാട്ടിൽ അവർ പരമ്പരാഗതമായി പാലിച്ചു വരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ടാവും. ആ സാമ്പത്തിക വ്യവസ്ഥ എന്തായി, തകർന്നു പോയി. രണ്ടാമത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വേർ റീപ്ലേസ്ഡ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ നീതിന്യായ സംവിധാനം എങ്ങനെയായിരുന്നു, ഭരണരീതി എങ്ങനെയായിരുന്നു, ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഉയർന്ന ജാതിക്കാർക്ക് കുറഞ്ഞ ശിക്ഷ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വലിയ വലിയ ശിക്ഷകളൊക്കെ ആയിരുന്നു. ഇതൊക്കെ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ ഒരു സിസ്റ്റത്തെ ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു സിസ്റ്റം, എല്ലാവർക്കും ഒരുപോലെയുള്ള യൂണിഫൈഡ് സിസ്റ്റം, എല്ലാവർക്കും ഒരേപോലത്തെ ഒരു സംവിധാനം നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആ ഒരു സംഭവം നന്നായിട്ടാണ് നടന്നതെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ
എന്തായിരുന്നു, ഭൂരിപക്ഷം രാജ്യങ്ങളിൽ എന്തായിരുന്നു അവരുടെ സ്വന്തം തനതായിട്ടുള്ള ഭരണരീതിയും അതുപോലെ തന്നെയുള്ള നിയമവ്യവസ്ഥയും എന്ത് ചെയ്യപ്പെട്ടു, അട്ടിമറിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ യൂറോപ്യൻസിന് വേണ്ടി അട്ടിമറിക്കപ്പെട്ടു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേതാണ് പീപ്പിൾ വെർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ്. നമുക്കറിയാം രണ്ട് തരം വിളകളുണ്ട്, നാണ്യവിളകളും ഭക്ഷ്യവിളകളും. ഫുഡ് ക്രോപ്സും ഉണ്ട്, ക്യാഷ് ക്രോപ്സും ഉണ്ട്. അതിൽ ഈ ജനങ്ങളെ, ഈ പാവപ്പെട്ട കോളനിയിലെ ജനങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നാണ്യവിളകൾ അഥവാ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ നിർബന്ധിതരാക്കി. ഓക്കെ, ഏറ്റവും അവസാനത്തതാണ് നാച്ചുറൽ റിസോഴ്സ് വെർ എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി എന്ത് ചെയ്യപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി എന്ത് ചെയ്യപ്പെട്ടു മക്കളെ, കൊള്ളയടിക്കപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി കൊള്ളയടിക്കാൻ വേണ്ടി തന്നെയാണ് മുതലാളിത്ത രാജ്യങ്ങൾ കോളനികൾ അന്വേഷിച്ച് ഇറങ്ങിയതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ 4 മാർക്കാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 4 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 4 പോയിന്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇനി 4 പോയിന്റ് മറക്കുമെന്നുള്ളവർ 5 പോയിന്റ് ചുരുങ്ങിയത് പഠിച്ചു വെക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓണപരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ, അടുത്തതാണ്. ഓക്കെ മക്കളെ, ഇനി ഇവിടുന്ന് ഇമ്പാക്ട് ഓഫ് ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം എന്താണെന്ന് നമുക്ക് പറയണം. അപ്പോൾ അത് വലിയൊരു വീഡിയോ ആകുന്നത് കൊണ്ട്, ഫസ്റ്റ് വേൾഡ് വാർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വലിയൊരു വീഡിയോ ആകുന്നത് കൊണ്ട് നമ്മൾ ഈ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് വേൾഡ് വാർ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് വേൾഡ് വാർ. ആ ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്കായാലും അതുപോലെ SSLCക്കായാലും മോഡലിനായാലും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു എസ്സേ ആണ് മക്കളെ എന്ത്, ഫസ്റ്റ് വേൾഡ് വാർ. അതുകൊണ്ട് അതിന്റെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോയുടെ ലിങ്ക് എന്ത് ചെയ്തേക്കാം, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ട് ഫസ്റ്റ് വേൾഡ് വാർ എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം. വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് പഠിക്കാനിരിക്കേണ്ടത്. ഇപ്പോൾ ഈ ക്ലാസ് കണ്ട് സംഭവം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പോവുക, ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഫസ്റ്റ് വേൾഡ് വാർ കണ്ടുപിടിക്കുക, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ക്ലാസ് കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് പഠിക്കാൻ പാടുള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്തായാലും എസ്സേ ചോദിക്കുന്നതാണ്. 6 മുതൽ 8 മാർക്കിന് വരെയുള്ള എസ്സേ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകും, ഉറപ്പാണ്. ഓണപരീക്ഷയ്ക്കായാലും SSLCക്കായാലും SSLC മോഡൽ എക്സാമിനായാലും മക്കളെ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായിരിക്കും. ഈ ചാപ്റ്ററിലെ 2-3 എസ്സേ ഉള്ളൂ, അതിൽ ഇന്നൊരു എസ്സേ പഠിപ്പിക്കുന്നുള്ളൂ. ആ ഒരു എസ്സേ ഫസ്റ്റ് വേൾഡ് വാർ ആണ്. അതിന്റെ വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നോക്കാം. അപ്പൊ ഇമ്പാക്ട് എന്താന്ന് നോക്കാം. ഇമ്പാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം നമുക്കറിയാം. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ് ഓർ ഇഞ്ചേർഡ്. ഏകദേശം 10 ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒന്നാമത്തെ ഫലം. രണ്ടാമത്തതാണ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെസ്ട്രോയ്ഡ്. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ സിനിമയിലെ ബാഹുബലിയിലെ യുദ്ധങ്ങളൊന്നും ആലോചിക്കരുത്. അങ്ങനെയുള്ള യുദ്ധങ്ങൾ രാജകുടുംബങ്ങൾ നടത്തുമ്പോൾ യുദ്ധങ്ങളിലായിരുന്നു രാജാവിനെ കൊല്ലുക എന്നുള്ളൊരു സ്കീം. രാജാവിനെ കൊന്നാൽ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ളതൊക്കെ രാജഭരണ കാലത്തൊക്കെയുള്ള യുദ്ധങ്ങളാണ്. എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ 20-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ എങ്ങനെയാ, കേവലം ഒരു വ്യക്തിയെ കൊല്ലുന്നതല്ല യുദ്ധം, മറിച്ച് ഒരു രാജ്യത്തെ പരമാവധി ഇല്ലാതാക്കുന്നതാണ് യുദ്ധം. അതിനുവേണ്ടി അവരുടെ കൃഷിയിടങ്ങൾ ആക്രമിക്കും, അവരുടെ തൊഴിൽശാലകൾ ആക്രമിക്കും, അവരുടെ ആശുപത്രി സേവനങ്ങൾ ആക്രമിക്കും, അതുപോലെയുള്ള ഡാമുകൾ ആക്രമിച്ച് അവരെ വൈദ്യുതി ഇല്ലാതാക്കും. അങ്ങനെയുള്ള എല്ലാ രീതിക്കും ഒരു രാജ്യത്തെ തകർക്കാനായി ശ്രമിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ യുദ്ധം. അതിനാൽ അതാണ് ഇവിടെ പറയുന്നത്, കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അതായത് ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ, എങ്ങനെയൊക്കെ ക്രൂരമായി മർദ്ദിക്കാമോ, ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ചെയ്യുക. ഓക്കെ, അടുത്തതാണ് പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. നമ്മൾ പറഞ്ഞു പോവേർട്ടി അൺഎംപ്ലോയ്മെന്റ് എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് കൂടിയാൽ ഒപ്പം ഇവിടെയുള്ള പോവേർട്ടിയും എന്ത് ചെയ്യും, കൂടും. തൊഴിലില്ലായ്മ കൂടുന്നതിനനുസരിച്ച് പോവേർട്ടിയും കൂടും, ദാരിദ്ര്യവും കൂടും. അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ പോവേർട്ടി അഥവാ ദാരിദ്ര്യം കൂടും. എന്നാൽ ഇൻഫ്ലേഷനും കൂടും. എന്താ ഇൻഫ്ലേഷൻ? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഇൻഫ്ലേഷൻ വളരെ വലുതായി കൂടിയത്. എന്താ ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം, പൈസയുടെ മൂല്യം ഇടിയുന്നതാണ് ഇൻഫ്ലേഷൻ. സാമ്പത്തിക ഞെരുക്കം, പണപ്പെരുപ്പം വരിക, പൈസയുടെ മൂല്യം ഇടിയുക. പൈസയുടെ മൂല്യം ഇടിഞ്ഞാൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ
അതുകൊണ്ട് ഇൻഫ്ലേഷനും വർദ്ധിച്ചു, വിലക്കയറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ മറ്റൊരു ഫലം. ഓക്കെ, എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്. അന്നേ വരെ 20-ാം നൂറ്റാണ്ടിൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നത് വരെ, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നവരെ ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേധാവിത്വം അവസാനിച്ചു. അവർക്ക് ഈ ലോകത്ത് സാമ്പത്തികമായി വലിയ പവർ ഇല്ലാതെയായി. പിന്നീട് സാമ്പത്തിക ശക്തി ഉയർന്നു വന്ന രാജ്യമാണ് മക്കളെ USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അടുത്തതാണ് ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്കൻ സ്ട്രെങ്ത്. മക്കളെ, ഈ ലിബറേഷൻ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഫ്രീഡം മൂവ്മെന്റ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അന്നേ വരെ ഈ കോളനികൾ അടക്കി ഭരിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു ഈ പറഞ്ഞ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. കോളനികളാക്കി ഭരിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടന്നിരുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തിപ്പെടുകയും പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തു. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഇമ്പാക്ട് ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ റിസൾട്ട് ആണ് ലീഗ് ഓഫ് നേഷൻസ് ഫോംഡ്, അഥവാ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഓക്കെ, അപ്പോ ഇമ്പാക്ട് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കാം, ഇതിനെ ഇമ്പാക്ട് എന്നും റിസൾട്ട് എന്നും മാറ്റി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ആയ ആഫ്റ്റർ മാത്ത് ഓഫ് വാർ എന്നും നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയി ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കാം. മലയാളം മീഡിയത്തിനാണെങ്കിൽ ഫലങ്ങൾ എന്നാകാം, അല്ലെങ്കിൽ സ്വാധീനം എന്നാകാം. ഫലങ്ങൾ എന്നാകാം, അല്ലെങ്കിൽ മക്കളെ സ്വാധീനം എന്നാകാം. ടെക്സ്റ്റ് ബുക്കിൽ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് 3 പേരുകൾ പഠിക്കുന്നത്: ഇമ്പാക്ട്, റിസൾട്ട്, ആഫ്റ്റർ മാത്ത്. 3ഉം ചോദിച്ചാൽ മക്കളെ ഒരേ ചോദ്യം പലതരത്തിൽ ചോദിക്കുന്നതാകാം. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കാൻ പാടില്ല, ഒരേ ഉത്തരം തന്നെയാണ്. മലയാളം മീഡിയം ആണെങ്കിൽ ഫലങ്ങളല്ല, അല്ലെങ്കിൽ സ്വാധീനം. ഫലങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം. ഓക്കെ, അടുത്തതാണ് വെഴ്സൈലസ് ട്രീറ്റി. ഹൗ വെഴ്സൈലസ് ട്രീറ്റി എഫക്റ്റഡ് ജർമ്മനി. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പാഠത്തിൽ നിന്നുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വെഴ്സൈലസ് ട്രീറ്റി, വെഴ്സൈ സന്ധി. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സമയങ്ങളിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരുന്ന ഒരു ചോദ്യമാണ് വെഴ്സൈലസ് ട്രീറ്റി, വെഴ്സൈ സന്ധി. എന്താ വെഴ്സൈ സന്ധി? നമുക്കറിയാം 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ 1919 വിജയിച്ച രാജ്യങ്ങളായ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു പീസ് കോൺഫറൻസ്, സമാധാന സമ്മേളനം ചേർന്നു. ആ സമാധാന സമ്മേളനത്തിൽ വിജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്തു? തോറ്റ രാജ്യങ്ങളുമായിട്ട് ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ധിയായിരുന്നു ഏത്? ജർമ്മനിയുമായി ഒപ്പുവെച്ച വെഴ്സൈലസ് ട്രീറ്റി, വെഴ്സൈ സന്ധി. ഇതാണ് കഥ. ആ ട്രീറ്റി, ആ വെഴ്സൈ സന്ധി, ആ വെഴ്സൈലസ് ട്രീറ്റി എങ്ങനെയാണ് ജർമ്മനിക്ക് ദോഷകരമായി ബാധിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെഴ്സൈലസ് ട്രീറ്റിയുടെ വർഷമാണ് മക്കളെ 1919. ഏത് രാജ്യവുമായിട്ട് ഒപ്പുവെച്ചതാ? ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചതാ. ഏത് രാജ്യവുമായിട്ടാണ് മക്കളെ? ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചതാണ് ആ ട്രീറ്റി, ആ ഒരു സന്ധി. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തതാണ് ജർമ്മൻ കോളനീസ് വെർ ഡിവൈഡഡ് അമംഗ് വിക്ടോറിയസ് നേഷൻ. വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടൻ അഥവാ ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനി സ്വന്തമാക്കി വെച്ചിരുന്ന കോളനികൾ പിടിച്ചെടുത്തു. ജർമ്മനി കൈയടക്കി വെച്ചിരുന്ന കോളനികൾ വിജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്തു മക്കളെ? പിടിച്ചെടുത്തു. ഓക്കെ, രണ്ടാമത്തതാണ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഫൈൻ. യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായി ജർമ്മനി വൻ തുക വിജയിച്ച രാജ്യങ്ങൾക്ക് നൽകേണ്ടി വന്നു. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിൽ 2 ടീമുകൾ ഉണ്ടായിരുന്നു. ട്രിപ്പിൾ അലയൻസ് അഥവാ ത്രികക്ഷി സഖ്യവും ട്രിപ്പിൾ എൻഡന്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദവും. അതിൽ ട്രിപ്പിൾ എൻഡന്റ് ത്രികക്ഷി സൗഹാർദ്ദമാണ് യുദ്ധം വിജയിച്ച രാജ്യങ്ങൾ നമുക്കറിയാം. അതിൽ അപ്പോൾ വിജയിച്ച രാജ്യങ്ങൾക്ക് ഈ യുദ്ധം നടന്നതിന്റെ നഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി കൊടുക്കേണ്ടി വന്നു. അടുത്തതാണ് അലൈൻസ് ഒക്യുപ്പൈഡ് റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ സ്വർണ്ണ ഖനികൾ പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഖനികളും ആര് പിടിച്ചെടുത്തു? ഈ വിജയിച്ച രാജ്യങ്ങൾ പിടിച്ചെടുത്തു. അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണ്ണമൊക്കെ ജർമ്മനിക്ക് കിട്ടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി, ബ്രിട്ടനിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ പോയി. വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി. ജർമ്മനിയുടെ മേൽ യുദ്ധത്തിന്റെ കുറ്റം ആരോപിച്ചു. ജർമ്മനി കാരണമാണ് യുദ്ധം ഉണ്ടായത്, ജർമ്മനി എന്ന രാജ്യമില്ല എന്നെങ്കിൽ യുദ്ധം ഉണ്ടാകില്ല, ജർമ്മനി
ജർമ്മനിയാണ് എല്ലാത്തിനും കാരണം, ജർമ്മനി മാത്രമാണ് കാരണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റതിരിഞ്ഞ് ജർമ്മനിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഏറ്റവും അവസാനത്തിലാണ് ജർമ്മനി വാസ് ഡിസാർംഡ്, ജർമ്മനിയെ നിരായുധീകരിച്ചു. ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും, പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളാവട്ടെ, യുദ്ധവിമാനങ്ങളാവട്ടെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം ജർമ്മനിയുടെ കയ്യിൽ നിന്ന് മറ്റുള്ള വിജയിച്ച രാജ്യങ്ങൾ തട്ടിയെടുക്കുകയും ജർമ്മനിക്ക് ആയുധങ്ങളില്ലാത്ത അവസ്ഥ, ജർമ്മനിയെ നിരായുധീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് വേഴ്സായസ് ട്രീറ്റിയിലെ പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ്. 1919 ജർമ്മനിയുമായി ഒപ്പുവെച്ചതാണ് വേഴ്സായസ് ട്രീറ്റി. അതും നിങ്ങൾ മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 4 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തതാണ് മക്കളെ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ. നമുക്കറിയാം അമേരിക്ക അങ്ങനെ യുദ്ധത്തിൽ അധികമൊന്നും ഇറങ്ങി കളിച്ചിട്ടില്ല അല്ലെ. അമേരിക്ക അങ്ങനെ യുദ്ധത്തിൽ അധികമൊന്നും ഇറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല. ഫസ്റ്റ് വേൾഡ് വാർ ആയാലും സെക്കൻഡ് വേൾഡ് വാർ ആയാലും. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇറങ്ങി ഇടപെടാതിരുന്ന അമേരിക്കക്ക് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ സാമ്പത്തികമായി തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പൈസ ലോൺ എടുക്കാൻ തുടങ്ങി, കടം മേടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പൈസ കടം മേടിച്ചപ്പോൾ അമേരിക്കയുടെ പൈസയായ ഡോളറിന് ബ്രിട്ടീഷിന്റെ പൈസയായ പൗണ്ടിനേക്കാളും ഡിമാൻഡ് കൂടുകയും വാല്യൂ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ പതുക്കെ 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 അമേരിക്ക ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയായി മാറി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥയാണ്. അങ്ങനെ ആ സാമ്പത്തിക ശക്തിയായ അമേരിക്കക്കാരുടെ അഹങ്കാരം അധികം നാൾ നീണ്ടു നിന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ എന്തുണ്ടായി? എക്കണോമിക് ഡിപ്രഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അതിന്റെ ഫലം എന്താണ്? അതിന്റെ റിസൾട്ട് എന്താണ്? അതിന്റെ ഇമ്പാക്ട് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, people who became pauper because of war couldn't afford commodities. pauper നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പാപ്പരാവുക. പാപ്പരാവുക അല്ലെ, അതായത് കയ്യിൽ പൈസ ഇല്ലാതെ തെണ്ടിത്തിരി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതാണ് പാപ്പരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യുദ്ധം കൊണ്ട് പാപ്പരായ ജനങ്ങൾക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? സാമ്പത്തിക മാന്ദ്യം കൂടി വന്നപ്പോൾ വിലക്കയറ്റം ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് പിന്നെയും വില കൂടി. ഓൾറെഡി വിലയൊക്കെ കൂടിയിരിക്കുന്ന സാധനങ്ങൾക്ക് ഒട്ടും താങ്ങാനാവാത്ത രീതിയിൽ വില കൂടിയതോടുകൂടി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം അവർ അത്രയും പട്ടിണിയിലും പരിവട്ടത്തിലുമായിരുന്നു. ഓക്കെ, അപ്പോ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനോ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനോ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറി. രണ്ടാമത്തേതാണ് ഗുഡ്സ് വെർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറി. സാധാരണയായി ജനങ്ങൾ സാധനങ്ങൾ ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ കടയിൽ സാധനങ്ങൾ വിറ്റ് പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കിയ സാധനങ്ങൾ ഫാക്ടറിയിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? കെട്ടിക്കിടക്കാൻ തുടങ്ങി. സാധനങ്ങൾ മേടിച്ചു പോയാല് കടയിൽ സ്റ്റോക്ക് തീരുമ്പോൾ കടക്കാർ പോയി സ്റ്റോക്ക് എടുക്കുള്ളൂ. പക്ഷെ സ്റ്റോക്ക് ഒന്നും കടയിൽ പോകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കെട്ടിക്കിടക്കാൻ തുടങ്ങി. ആദ്യത്തെ 2 പോയിന്റ് കണ്ടിന്യൂറ്റി ആണ്, നമുക്കത് ഓർത്തിരിക്കാം. ഒന്നാമത്തെ പോയിന്റ്, യുദ്ധം കൊണ്ട് പാപ്പരായ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങിയില്ല. രണ്ടാമത്തത്, സാധനങ്ങൾ വാങ്ങാത്തത് കൊണ്ട് സാധനങ്ങൾ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി, അൺസോൾഡ് ആയി കിടക്കാൻ തുടങ്ങി. ഓക്കെ, മൂന്നാമത്തതാണ് യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെറ്റ് ടു USA. അമേരിക്കയിൽ നിന്ന് കടമെടുത്ത് മാസാമാസം അമേരിക്കക്ക് കടം തിരിച്ചടക്കേണ്ടതായിരുന്നു. പക്ഷേ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അമേരിക്കക്ക് പൈസ തിരിച്ചടക്കാൻ ആർക്ക് പറ്റിയില്ല? ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിയില്ല. അമേരിക്കയുടെ നിന്ന് കടം മേടിക്കുന്നു, അത് മാസാമാസമായി തിരിച്ചടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് മാസാമാസമായി തിരിച്ചടക്കേണ്ട കടം, ലോൺ എന്ത് ചെയ്യാൻ പറ്റിയില്ല? തിരിച്ചടക്കാനായിട്ട് ആർക്ക് പറ്റിയില്ല? നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിയില്ല. അടുത്ത പോയിന്റ് ആണ് ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകൾ തകർന്നു. സാധാരണയായി ബാങ്കുകൾ തകർന്നു എന്ന് പറയുമ്പോൾ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണതായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത് മക്കളെ. അങ്ങനെ ബാങ്കിന്റെ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു ഭൂകമ്പത്തിൽ തകർന്നു പോയതല്ല ബാങ്ക് തകർന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഫെസിലിറ്റിയാ? അതിൽ പൈസ നിക്ഷേപിക്കാനുള്ള ഫെസിലിറ്റിയാ അല്ലെ. അപ്പൊ എല്ലാവരും പൈസ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ ബാങ്കിനകത്ത് ഉള്ള നിക്ഷേപം, എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക? എന്റെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പൈസ ഞാൻ പിൻവലിക്കും. അങ്ങനെ എല്ലാവരും പോയിട്ട് അക്കൗണ്ടിലുള്ള പൈസ പിൻവലിച്ചു. പിന്നെ അക്കൗണ്ട് മാത്രമായിട്ട് ബാങ്ക് അവിടെ വെക്കൂ. ബാങ്കിൽ ഒരാളും പൈസ ഇടുന്നില്ല. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ കയ്യിലുള്ള എല്ലാ പൈസയും എല്ലാവരും പിൻവലിച്ചതോടുകൂടി പിന്നെ ബാങ്ക് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യമുണ്ടോ മക്കളെ? അങ്ങനെ ബാങ്ക് പ്രവർത്തിക്കാതെയായി. കാരണം ബാങ്കിലുള്ള പൈസകളൊക്കെ എല്ലാവരും അവരുടെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞു. പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ലാതെയായി. അങ്ങനെയാണ് ബാങ്ക് തകർന്നു എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബാങ്കിന്റെ പതനത്തെയാണ് ബാങ്ക് തകർന്നു, ബാങ്ക് കൊളാപ്സ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, അടുത്തതാണ് ഇൻഫ്ലേഷൻ ബിക്കേം അൺകൺട്രോളബിൾ. പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി, നിയന്ത്രിക്കാൻ പറ്റാതെയായി പണപ്പെരുപ്പം. അതായത് പൈസയുടെ മൂല്യം തകർന്നുകൊണ്ടേയിരിക്കുക, കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ 100 രൂപക്ക് കിട്ടേണ്ട സാധനം 500 600 രൂപ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറാം. പൈസയുടെ മൂല്യം അത്രയും കുറയാം. 100 രൂപയുടെ വാല്യൂ കിട്ടണമെങ്കിൽ 500 600 രൂപ കൊടുക്കേണ്ട അവസ്ഥ. അപ്പോൾ പണപ്പെരുപ്പം വളരെ വലുതായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനത്താണ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോയിന്റ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൂടി. തൊഴിലില്ലായ്മ കൂടുമ്പോൾ ഒപ്പം തന്നെ കൂടുന്നതാണ് മക്കളെ ദാരിദ്ര്യം. അപ്പൊ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എന്ത് ചെയ്തു? കൂടി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഇത് പഠിക്കാം. ഇതും ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് മക്കളെ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ, അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ അഥവാ സ്വാധീനം. യെസ്, ഏറ്റവും അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യം, പലപ്പോഴായി പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് UNO അഥവാ എയിംസ് ഓഫ് UNO, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. UNO എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭ. ആ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, ഒബ്ജക്റ്റീവ്സ് അഥവാ എയിംസ് എന്തെല്ലാം? ഒന്നാണ് ടു സേവ് സക്സീഡിംഗ് ജനറേഷൻ ഫ്രം ദി സ്കറേജ് ഓഫ് വാർ, യുദ്ധഭീതിയിൽ നിന്ന് ഭാവി തലമുറയെ എന്ത് ചെയ്യുക? രക്ഷിക്കുക. ഇനി വരാൻ പോകുന്ന തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാധനമാണ് മക്കളെ എന്ത്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്രസഭ. എന്നാൽ അവർക്കത് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ, അടുത്തതാണ് അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും പാലിക്കുക. ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്റർനാഷണലി ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് ട്രീറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ സംരക്ഷിക്കുക, ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതൊക്കെ എല്ലാ രാജ്യങ്ങളും പാലിക്കുന്നുണ്ട് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഐക്യരാഷ്ട്രസഭ അഥവാ UNOയ്ക്കാണ്. ഓക്കെ, അവസാനത്താണ് ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്, ലോകരാഷ്ട്രങ്ങളെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഒരു രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേറൊരു രാജ്യത്തിന്റെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട്, പല രാജ്യങ്ങളും കൂടി ഒന്നിച്ച് സഹകരിപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെ വികസനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട് മക്കളെ? UNO അഥവാ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് UNO, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അടുത്തതാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇതൊരു 2 മാർക്കിന് ഒരു ഡെഫിനീഷൻ ആയിട്ട് നമുക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിന്റെ ഒരു ഡെഫിനീഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളെ ഓണപരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം. നമുക്കറിയാം ഒരുപാട് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. എന്ന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടി. അങ്ങനെ സ്വതന്ത്രരായ രാജ്യങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ ചേരുക, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിൽ ചേരുക, അല്ലെങ്കിൽ മറ്റൊന്നാണ് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്കിൽ ചേരുക. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾക്ക് ഉണ്ടായത്. എന്നാൽ ആ രാജ്യങ്ങൾ എന്താ തീരുമാനിച്ചത്? സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ എന്താ തീരുമാനിച്ചത്? ഈ 2 ബ്ലോക്കിലും ചേരണ്ട. ഇവർ 2 പേരും ഒപ്പോസ് ചെയ്ത്, ഇവർ 2 പേരും എതിർത്ത് നിൽക്കുകയാണ്. ആ കോൾഡ് വാർ നടക്കുന്ന സമയമാണ്. ഇവരെന്താ തീരുമാനിച്ചത്? സ്വാതന്ത്ര്യം കിട്ടിയ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്താ തീരുമാനിച്ചത്? ഇതിലും ചേരണ്ട, ഇതിലും ചേരണ്ട. അമേരിക്കയുടെ ടീമിനൊപ്പം ചേരണ്ട, സോവിയറ്റ് യൂണിയന്റെ ടീമിനൊപ്പം ചേരണ്ട. അതായത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും ചേരണ്ട, സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും ചേരണ്ട. മറിച്ച് ഇവർ വേറൊരു ടീമായിട്ട് മാറി നിൽക്കാമെന്ന് ഈ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ അതിനെ വിളിച്ച പേരാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം. അതിനെ വിളിച്ച പേരാണ് മക്കളെ നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം. കാരണം അവർക്ക് അറിയാമായിരുന്നു ഈ കോൾഡ് വാർ പതുക്കെ എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്? അടുത്തൊരു വേൾഡ് വാർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിവ് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ 2 ടീമിലും ചേരാതെ മാറി നിന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ 2 മാർക്കിന് നിങ്ങൾ പഠിക്കണം. 2 മാർക്കിന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വരും. അടുത്തതാണ് ബാൽഫർ ഡിക്ലറേഷൻ, ബാൽഫർ പ്രഖ്യാപനം. ഇതൊരു 3 മുതൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ഒരു തവണ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ചോദ്യം വിട്ടുകളയാൻ പാടില്ല. 3 മുതൽ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ബാൽഫർ ഡിക്ലറേഷൻ. എന്താണ് മക്കളെ? ബാൽഫർ ഡിക്ലറേഷൻ അഥവാ ബാൽഫർ പ്രഖ്യാപനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. എന്താ? 1ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നത് വരെ പാലസ്തീൻ അടങ്ങുന്ന പ്രദേശം കൈയടക്കി വെച്ചിരുന്നത് ആരാ?
ടർക്കിഷ് എംപയർ. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാറിൽ തുർക്കിക്കാരെ ആര് പരാജയപ്പെടുത്തി? നമ്മുടെ ബ്രിട്ടൻ പരാജയപ്പെടുത്തി. ബ്രിട്ടൻ ഒറ്റക്കാണോ പരാജയപ്പെടുത്തിയത്? അല്ല. ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടനെ ആര് സഹായിച്ചു? ജൂതമത വിശ്വാസികൾ, ജ്യൂസ് കുടിക്കുന്ന ജ്യൂസ് അല്ല മക്കളെ, ജൂതന്മാർ എന്ത് ചെയ്തിട്ടുണ്ടായി? സഹായിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ സഹായത്തിന് ബ്രിട്ടൻ എന്ത് ചെയ്യണമായിരുന്നു? പ്രത്യുപകാരം ചെയ്യണമായിരുന്നു. അങ്ങനെ പ്രത്യുപകാരം ചെയ്യാനായി ബ്രിട്ടൻ എന്ത് ചെയ്തു? ആ പിടിച്ചെടുത്ത സ്ഥലത്ത് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം നിർമ്മിക്കാനുള്ള അനുമതി അന്നത്തെ ബ്രിട്ടന്റെ ഫോറിൻ സെക്രട്ടറി ആയ ആർതർ ബാൽഫർ, ആളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ആർതർ ബാൽഫർ. ആരായിരുന്നു? ബ്രിട്ടന്റെ അന്നത്തെ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി. ആൾ എന്ത് ചെയ്തു? അതിനുള്ള അനുമതി നൽകി. ആ ഒരു പ്രഖ്യാപനത്തെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാൽഫർ ഡിക്ലറേഷൻ അഥവാ ബാൽഫർ പ്രഖ്യാപനം എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രഖ്യാപനത്തെ, ആ ഒരു ഡിക്ലറേഷനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ബാൽഫർ ഡിക്ലറേഷൻ അഥവാ ബാൽഫർ പ്രഖ്യാപനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് 1 മാർക്കിന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് സിയോണിസം എന്താണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്താണ്? എന്താണ് സിയോണിസം? മക്കളെ നമുക്കറിയാം, ജൂതമതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു രാജ്യം വേണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഒബ്ജക്റ്റീവോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, മൂവ്മെന്റ് ആണ് എന്ത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം അഥവാ സിയോണിസ്റ്റ് മൂവ്മെന്റ്. അപ്പോൾ സിയോണിസം എന്താണ്? ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ജൂസ്. ഈ വാക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോംലാൻഡ് ഫോർ ജൂസ്, ജൂതമത രാഷ്ട്രത്തിന് വേണ്ടി, ജൂതമത രാഷ്ട്രം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് മക്കളെ സിയോണിസ്റ്റ് പ്രസ്ഥാനം. 1 മാർക്കിനത് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊരു 90% പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. 4 മാർക്കിന് ഈ ഒരു പരീക്ഷയ്ക്ക്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതകളാണ്. 90% സാധ്യതയാണ് മക്കളെ. അതുകൊണ്ട് ഈ ഒരു ചോദ്യം എന്തായാലും പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തെ സൂപ്പർ പവർ ആയിരുന്ന സോവിയറ്റ് യൂണിയൻ അഥവാ USSR തകർന്ന് തരിപ്പണമായി പോയത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തതാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മിഖായേൽ ഗോർബച്ചേവ്. വളരെ പ്രധാനപ്പെട്ട പേരാണ്, എന്തായാലും ഓർത്തു വെക്കണം. മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാ? ഏതൊക്കെയാ അത്? ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കും. ഏതൊക്കെയാണ് മക്കളെ? ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കും. ഈ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കുമാണ് നടപ്പിലാക്കിയത്. എന്തിന് കാരണമായിട്ടുണ്ട്? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനില്ല? എന്താണ് ഗ്ലാസ്നോസ്റ്റ് എന്നും എന്താണ് പെരിസ്ട്രോയിക്ക എന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല മക്കളെ? പഠിക്കാനായിട്ടില്ല. അപ്പൊ ഗ്ലാസ്നോസ്റ്റ് എന്താണ്, പെരിസ്ട്രോയിക്ക എന്താണ് നമ്മൾ പഠിക്കേണ്ട? പേര് മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്? ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും. രണ്ടാമത്തേതാണ് ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, ഡീവിയേഷൻ. നമുക്കറിയാം USSR സോവിയറ്റ് യൂണിയൻ ആണ്, സോഷ്യലിസമാണ് അവരുടെ അടിസ്ഥാന ആശയം. അവരുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. ആ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വ്യതിചലിച്ച് ഡൈവേർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് നിലനിൽപ്പില്ലാതെയായി. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേതാണ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ഒഫീഷ്യൽസ്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും. അല്ലെ, എന്താണ് അഴിമതി എന്ന് അറിയാം അല്ലെ? ഒരു 10 കോടിയുടെ പ്രൊജക്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അത് 5 കോടിക്ക് നടപ്പിലാക്കി ബാക്കി 5 കോടി അടിച്ചു മാറ്റുന്നതാണ് അഴിമതി. കെടുകാര്യസ്ഥത ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം മര്യാദക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക, സമയബന്ധിതമായി ചെയ്യാതിരിക്കുക. ഈ ഉദ്യോഗസ്ഥർ അതൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കും. നമ്മുടെ ചില സർക്കാർ ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ലേ? നാളെ വാ, മറ്റന്നാ വാ, അതായിട്ട് വാ, ഇതായിട്ട് വാ, റേഷൻ കാർഡ് കൊണ്ടാ, ആധാർ കാർഡ് കൊണ്ടാ, കരടച്ച റെസീറ്റ് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ ഒരു സർവീസ് പരമാവധി ജനങ്ങൾക്ക് അറ്റെത്തിയിട്ട് കൊടുക്കുക. അതായത് ജനങ്ങൾ പരമാവധി നടത്തിച്ചിട്ട് ആ ഒരു സർവീസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്തിന് കാരണമായിട്ടുണ്ട്? ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തതാണ് സാമ്പത്തിക രംഗങ്ങളിൽ സോവിയറ്റ് യൂണിയൻ മാറ്റം കൊണ്ടുവരാൻ കാണിച്ച പരാജയം. അതായത് ഈ സാമ്പത്തിക രംഗം, എക്കണോമിക് സെക്ടർ ഒരു കോൺസ്റ്റന്റ് ആയി പോകുന്ന ഒരു സാധനമേ അല്ല. അത് ഇന്ന് പോകുന്ന രീതിക്കായിരിക്കില്ല നാളെ പോകുന്നത്, നാളെ പോകുന്ന രീതിക്കായിരിക്കില്ല മറ്റന്നേ പോകുന്നത്, അല്ലെ? ഈ സാമ്പത്തിക രംഗം കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയി എക്കണോമിക് സെക്ടറിൽ ഇടക്കിടക്ക് എന്ത് കൊണ്ടുവരണം? മാറ്റം കൊണ്ടുവരണം, ചേഞ്ചസ് കൊണ്ടുവരണം. അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? രാജ്യം സാമ്പത്തികമായിട്ട് തകരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കാഞ്ഞതും എന്തിന് കാരണമായിട്ടുണ്ട്? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക്
കാരണമായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, 4 മാർക്കിന്റെ ചോദ്യം. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ട. ഇതും 4 മാർക്കിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പലപ്പോഴും കുട്ടികൾ അന്തം വിട്ടുപോകുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ കാണുമ്പോൾ. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. Challenges posed by globalization to developing world അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്. വികസിച്ചു വരുന്ന രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് ആയിക്കൊണ്ടുവരുന്ന രാജ്യങ്ങൾക്ക് കൊണ്ടുവന്ന ചലഞ്ച് എന്തെല്ലാം? 4 പോയിന്റ് പിടിക്കാം. ഒന്നാണ് കൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, അഥവാ ദേശരാഷ്ട്രം എന്ന ഒരു സംഭവത്തെ ചോദ്യം ചെയ്തു. അതായത് നമ്മൾ പറഞ്ഞു, മൾട്ടിനാഷണൽ കമ്പനീസ് ഒരു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടാൻ തുടങ്ങി, നിയോ ഇമ്പീരിയലിസം നടപ്പിലാക്കാൻ തുടങ്ങി. അങ്ങനെ നിയോ ഇമ്പീരിയലിസം നടപ്പിലാക്കി വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു, അല്ലേ? ഒരു രാജ്യം സ്വന്തമായിട്ട് അതിന്റെ പരമാധികാരം വെച്ചിട്ട് ഒരു കാര്യം നടപ്പിലാക്കാൻ ചെയ്യുമ്പോൾ അത് മൾട്ടിനാഷണൽ കമ്പനീസിന്റെ താല്പര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടി പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നതൊക്കെ എന്താ? സ്വന്തമായിട്ടൊരു തീരുമാനം നടപ്പിലാക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യണം. അപ്പോ അങ്ങനെ നേഷൻ സ്റ്റേറ്റ് അഥവാ ദേശരാഷ്ട്രം എന്ന ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഇൻഡിജീനിയസ് കൾച്ചർ അഥവാ തദ്ദേശീയമായിട്ടുള്ള സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു, ഡിസ്ട്രക്ഷന് കാരണമാകുന്നു. ഓക്കെ, അടുത്തത് കൃഷിയോൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിയുന്നു. പ്ലങ്ങഡ് എന്ന് പറഞ്ഞാൽ ഇടിയുക. നിങ്ങൾക്ക് അങ്ങനെ പ്ലങ്ങഡ് എന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഡിക്രീസ് എന്ന് എഴുതിയാലും മതി. ഒരു പോയിന്റ് ഇവിടെയുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഡെസ്ട്രോയിഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരാൻ തുടങ്ങി. സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ തകർന്ന് നശിച്ച് നാറാണക്കല്ലെടുക്കാൻ തുടങ്ങി. അവസാനത്തല്ല, അതിനു മുമ്പ് ഗവൺമെന്റ് വിഡ്രൂ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം നടന്നതോടുകൂടി സർവീസ് മേഖല, സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിന്മാറാൻ തുടങ്ങി. ഏറ്റവും അവസാനത്താണ് നാച്ചുറൽ റിസോഴ്സ് വെർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി എന്ത് ചെയ്യപ്പെട്ടു? കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാണുമ്പോൾ കുറെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഫാസിസം, നാസിസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. പ്ലസ് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്ന ഫസ്റ്റ് വേൾഡ് വാറിന്റെ വീഡിയോ കണ്ട് ഫസ്റ്റ് വേൾഡ് വാർ കൂടി പഠിച്ചു വെക്കുക. കാരണം അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു 60-70-75% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ സെക്കൻഡ് വേൾഡ് വാർ എസ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടേ ഇല്ല. നേരെ മറിച്ച് ചോദിക്കാനുള്ള ഫാസിസവും നാസിസവുമാണ്. അത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ മാക്സിമം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 20 മാർക്കിന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 15 മാർക്കിന് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. ഈ പറഞ്ഞ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.